എല്ലാ രക്ഷിതാക്കളും നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളികളിൽ ഒന്നാണ് കുട്ടികളുടെ അനുസരണക്കേട്. തല്ലിയോ വഴക്കുപറഞ്ഞോ കുട്ടികളെ നേർവഴിക്ക് നടത്താം എന്നത് പഴയ ചിന്താഗതിയാണ്. ഇന്നത്തെ കാലത്ത് കുട്ടികളുടെ സൈക്കോളജി മനസ്സിലാക്കി അവരോട് ഇടപെടുകയാണ് വേണ്ടത്. എന്തുകൊണ്ട് ഒരു കുട്ടി അനുസരണക്കേട് കാണിക്കുന്നു എന്ന് തിരിച്ചറിയാതെ നൽകുന്ന ശിക്ഷകൾ പലപ്പോഴും ഗുണത്തേക്കാളേറെ ദോഷം ചെയ്യും. ഈ വീഡിയോയിൽ കുട്ടികൾ അനുസരണക്കേട് കാണിക്കുന്നതിന്റെ പ്രധാന മനഃശാസ്ത്രപരമായ കാരണങ്ങളെക്കുറിച്ചും അവരെ സ്നേഹത്തോടെയും ശാസ്ത്രീയമായും എങ്ങനെ തിരുത്താം എന്നതിനെക്കുറിച്ചും പോസിറ്റീവ് പേരന്റിംഗ് വിശദമായി സംസാരിക്കുന്നു. ഈ വീഡിയോയിൽ നാം പ്രധാനമായും ചർച്ച ചെയ്യുന്നത് എന്തുകൊണ്ട് കുട്ടികൾ അനുസരണക്കേട് കാണിക്കുന്നു, സൈക്കോളജിക്കൽ റീസൺസ്, ശ്രദ്ധ കിട്ടാൻ സീക്കിംഗ് അറ്റൻഷൻ, കുട്ടികൾക്ക് മാതാപിതാക്കളുടെ ശ്രദ്ധ കിട്ടാൻ ഏറ്റവും എളുപ്പവഴി അനുസരണക്കേട് കാണിക്കുക എന്നതാണ്. നെഗറ്റീവ് ശ്രദ്ധയാണെങ്കിൽ പോലും അവർ അത് ആഗ്രഹിക്കുന്നു. സ്വയംഭരണം ടെസ്റ്റിംഗ് ഓട്ടോണമി വളരുന്നതിനനുസരിച്ച് കുട്ടികൾ സ്വന്തം തീരുമാനങ്ങൾ എടുക്കാൻ ആഗ്രഹിക്കുന്നു. അത് മുതിർന്നവരുടെ തീരുമാനങ്ങൾക്ക് എതിരാകുമ്പോൾ അനുസരണക്കേടായി തോന്നാം. വികാരങ്ങൾ പ്രകടിപ്പിക്കാനുള്ള കഴിവില്ലായ്മ, കുട്ടികൾക്ക് അവരുടെ ഉള്ളിലെ ദേഷ്യം, സങ്കടം അല്ലെങ്കിൽ സമ്മർദ്ദം വാക്കുകളിലൂടെ പ്രകടിപ്പിക്കാൻ അറിയില്ല. അത് പെരുമാറ്റത്തിലൂടെ പ്രകടമാക്കുന്നു. അതാര്യമായ നിയമങ്ങൾ, രക്ഷിതാക്കൾ നൽകുന്ന നിർദ്ദേശങ്ങൾ കുട്ടികൾക്ക് വ്യക്തമല്ലെങ്കിൽ നിയമങ്ങൾ എപ്പോഴും മാറിക്കൊണ്ടിരുന്നാൽ അവർ അത് അനുസരിക്കില്ല. അനുസരണക്കേട് മാറ്റാനുള്ള മനഃശാസ്ത്രപരമായ പരിഹാരങ്ങൾ. പോസിറ്റീവ് അറ്റൻഷൻ നൽകുക. കുട്ടികൾ നല്ലത് ചെയ്യുമ്പോൾ അവരെ അഭിനന്ദിക്കുക. അവർക്ക് ആവശ്യമായ സമയം നൽകുക. വ്യക്തമായ നിയമങ്ങളും അതിരുകളും, കൺസിസ്റ്റന്റ് ബൗണ്ടറീസ്, കുട്ടികൾക്ക് അനുസരിക്കാൻ കഴിയുന്ന ലളിതവും വ്യക്തവുമായ നിയമങ്ങൾ ഉണ്ടാക്കുക. അത് മാറ്റമില്ലാതെ നടപ്പിലാക്കുക. ഓപ്ഷനുകൾ നൽകുക. ഇത് ചെയ്യ് എന്ന് പറയുന്നതിന് പകരം നിനക്ക് ഈ 2 കാര്യങ്ങളിൽ ഏതാണ് ആദ്യം ചെയ്യേണ്ടത് എന്ന് ചോദിക്കുക. ഇത് അവർക്ക് തീരുമാനിക്കാനുള്ള സ്വാതന്ത്ര്യം നൽകുന്നു. വികാരങ്ങളെ അംഗീകരിക്കുക. നിനക്ക് ദേഷ്യം വരുന്നത് മനസ്സിലാക്കാം, പക്ഷെ ഇങ്ങനെ ചെയ്യുന്നത് ശരിയല്ല എന്ന് പറഞ്ഞ് അവരുടെ വികാരങ്ങളെ അംഗീകരിച്ചുകൊണ്ട് തിരുത്തുക. ശിക്ഷയ്ക്ക് പകരം പ്രത്യാഘാതങ്ങൾ. തെറ്റ് ചെയ്യുമ്പോൾ തല്ലുന്നതിന് പകരം അവർക്ക് പ്രിയപ്പെട്ട എന്തെങ്കിലും കാര്യം, ഉദാഹരണത്തിന് TV കാണുന്നത്, കുറച്ചു നേരത്തേക്ക് തടഞ്ഞുവെക്കുക. തല്ലിയല്ല, തലോടിയാണ് മക്കളെ വളർത്തേണ്ടത് എന്ന് ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കാം. നിങ്ങളുടെ അഭിപ്രായങ്ങളും സംശയങ്ങളും താഴെ കമന്റ് ബോക്സിൽ അറിയിക്കുക. കൂടുതൽ നല്ല പാരന്റിംഗ് വീഡിയോകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.